ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പരസ്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. തകരാർ സംഭവിച്ചാൽ പിന്നെ ജീവിതം കട്ടപ്പുക. ശ്വാസം കിട്ടാതെ ജീവിക്കാനാകില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സിച്ചിട്ട് ഫലമില്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്വാസകോശം മാറ്റിവെക്കാനുള്ള സൗകര്യം ബിലീവേഴ്സ് ഒരുക്കുന്നത്. ഹൈദരാബാദ് യശോദ ആശുപത്രിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ശ്വാസകോശം മാറ്റിവെക്കുന്നതിന് ധാരാളം മുന്നൊരുക്കങ്ങളും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പലവിധ തുടർ പരിചരണങ്ങളും ആവശ്യമാണ്. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 25-ന് പകൽ 2-ന് ആശുപത്രിയിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ജോൺ സി ജോർജ്, പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ലാറ്റ് മാത്യു, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനന്തു ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോസിറ്റീവ് ന്യൂസ്. ചില ആശുപത്രികളിലൊക്കെ നടക്കുന്നുണ്ട്. സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ട്. അതിലെ ശ്വാസകോശത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് ഈ ശ്വാസകോശ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ഇത് ചെയ്യുന്നത് ശ്വാസകോശത്തിന് ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചിരിക്കുന്ന രോഗികൾക്ക് റിവേഴ്സിബിൾ അല്ലാത്ത ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ചികിത്സ ഒന്നും ഫലം കാണാതെ വരുന്ന അവസ്ഥയുള്ള രോഗികൾക്കാണ് ഈ ശ്വാസകോശ കൈമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ പലപ്പോഴും ഇത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായ ഇതിനൊരു സംവിധാനമില്ല. ഇത് ചെയ്യുന്ന ഇന്റർവെൻഷൻ ചെയ്യാനുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നില്ല. അപ്പോൾ ഒത്തിരി ആളുകളും കേരളത്തിന് പുറത്തേക്കൊക്കെ സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ അതിന്റെ ഉള്ള ഒരു സൗകര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്വാസകോശ മാറ്റിവെക്കാനുള്ള ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കുന്ന ഒരു പ്രാരംഭ നടപടികളിലേക്ക് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പൾമനോളജി വിഭാഗം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്വാസകോശ ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനം ഒഴികെയുള്ള ഒട്ടുമിക്ക സംവിധാനങ്ങളും നമുക്ക് ഡോക്ടർമാരും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാങ്കേതിക സൗകര്യങ്ങളും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്.